ഹായ്, ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു വെറൈറ്റി എഗ് ബിരിയാണിയാണ്. അത് വെറൈറ്റി എന്ന് പറയാനുള്ള കാരണം എഗ് ബിരിയാണിയുടെ റെസിപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, അത് ഞാൻ പറയും. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ലെങ്ത് കൂടിപ്പോയി. സാധാരണ ഞാൻ 10 മിനിറ്റ് ആണ് പരമാവധി വീഡിയോ, 9 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ആണ് ഇടാറുള്ളത്. പക്ഷെ ഈ പ്രാവശ്യം 18 മിനിറ്റ് ആയി. 8 മിനിറ്റ് ഞങ്ങളുടെ കത്തിവെപ്പ് മാത്രമായി. പക്ഷെ അത് കട്ട് ചെയ്ത്, സോറി എന്നെ. അപ്പോൾ വേറെ ഒന്നല്ല, അതിൽ കട്ട് ചെയ്യാൻ ഞാൻ നോക്കിയപ്പോൾ ഏതാണ് കട്ട് ചെയ്യേണ്ടതെന്നല്ല. കാരണം എല്ലാം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ച് കൂടിപ്പോയത്. ഇനിയുള്ള വീഡിയോ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വീഡിയോ പോലും ഞാൻ ടൈം നോക്കിയിട്ടാണ് സംസാരിക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മളിന്ന് എഗ് ബിരിയാണി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വരാം. നമുക്കപ്പോൾ അടിച്ചെടുക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെക്കാം. സാധാരണ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല ഇടാറ്. ഇതിൽ കുറച്ച് വ്യത്യാസമായിട്ട് ഞാൻ വേറെ 2 ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ എടുക്കണ പോലെ ജിഞ്ചറും ഗാർലിക്കും എടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് പുതിനാല ഞാനൊരു 2 തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പുതിനാല ഞാൻ ഇട്ട് കൊടുത്തു. കുറച്ചിട്ടാൽ മതി കേട്ടോ. പുതിനാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി ഇതില് വേണമെങ്കിൽ ഒരു സ്പൂൺ തൈര് ഒഴിക്കാം. ഞാനത് ആഡ് ചെയ്യണില്ല. അപ്പൊ നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമുക്ക് നമ്മുടെ എഗ് ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു കുക്കറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. കുറച്ചും കൂടെ ടേസ്റ്റ് ഓയിൽ ഉണ്ടാക്കുമ്പോഴാണ്. വെളിച്ചെണ്ണ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ്, ഒതന്റിക് ടേസ്റ്റ് പോവും. അതുകൊണ്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ആട്ടോ ഒന്നുകൂടെ നല്ലത് ഓയില്. ഞങ്ങളത് യൂസ് ചെയ്യണേ. ഇതൊന്ന് ചൂടാവട്ടെ. ഞാൻ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജിഞ്ചർ ഗാർലിക്, ഞാൻ എപ്പോഴും പറയാറില്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഇത്തിരി ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ആകെ ഒട്ടിപ്പിടിക്കും. അപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പട്ട, അതുപോലെ തന്നെ കുറച്ച് പട്ടവകകളില്ലേ, മറ്റേ സാധനങ്ങൾ, പട്ടയുടെ സാധനങ്ങൾ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ പേര് ഞാൻ, ഇത് അറിവ് കൂടിയതിൻ്റെ ഏട്ടാ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇത് ഭയങ്കര അറിവ് കൂടുമ്പോൾ ഉണ്ടാവുകയാണ് നമുക്ക് പ്രശ്നങ്ങളാണത്. പട്ട മസാലയാണ് കേട്ടോ സംഭവം അത്. അപ്പൊ ഇനി ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക. ഞാൻ സബോള, അതുപോലെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് 2 സബോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വലിയ സബോള ആയിരുന്നു. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ എന്നത്തെയും പോലെ തുണ്ട് ഉപ്പിട്ട് കൊടുത്തോ, ഒന്ന് വാടി കിട്ടാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ലച്ചുവിന്റെ മാസ്റ്റർ പീസാണ് അത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാട്ട് അടുക്കളയിൽ കയറി. ഞാനിപ്പോഴതൊക്കെ മനസ്സിലാക്കണേ. നമുക്കൊന്നും അറിയില്ലേ. നമ്മളിപ്പോൾ അടുക്കളയിൽ കയറല് കുറവാ. കാരണം അമ്മയും ലച്ചും അടുക്കളയിൽ കയറ്റാറില്ല. അപ്പോൾ ഇപ്പോഴാണ് ഈ കുക്കിങ്ങിന്റെ പരിപാടിയും ഇതൊക്കെ ആയിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ അറിയണേ. ഒരു കണക്കിന് എല്ലാവരും പാചകമൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാട്ടോ. അപ്പൊ ഇത് ഏകദേശം വാടിയിട്ടുണ്ട്. നന്നായി കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മള് മിക്സിയില് അടിച്ചെടുത്തിട്ടുള്ള ഇതാക്കണ്ട, കളർഫുൾ ആയിട്ടാണ് ഇരിക്കണേ. പച്ച കളറിൽ, അതായത് പച്ച കളർ വരെ അറിയാലോ. അതായത് നമ്മൾ മല്ലിയിലയും പുതിനയിലയും പൊടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പച്ചക്കളറിലൊന്നും അല്ലാട്ടായിരിക്കുക ബിരിയാണി. വേറെ സംഭവമുണ്ട്, പുതിന റൈസ്. അത് ഞാൻ ഇതുവരെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനൊരു പ്രാവശ്യം അത് ഉണ്ടാക്കിയിട്ട് എന്തായാലും വീഡിയോ എടുക്കാം. അപ്പൊ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയോണ്ട് ഒരു ഗുണമുണ്ടായി. അതായത് കുറെ കറികളൊക്കെ വയ്ക്കാൻ ഏകദേശം ₹1 തുടങ്ങി. വച്ചിട്ടില്ല എന്നാലും, പക്ഷെ ഏകദേശം മനസ്സായി തുടങ്ങി. പിന്നെ പച്ചമണം മാറണ വരയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. പുതിനയുടെയും മല്ലിയിലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് അല്ലേ? നല്ല സ്മെല്ലുണ്ട്.
3 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ മറന്നു. ഫസ്റ്റ് തന്നെ ഒരു ക്ഷീണാട്ടൊക്കെ മുന്നേ തന്നെ ഒരു എത്ര മുട്ടയാണോ നമുക്ക് ആവശ്യം ആ മുട്ട ഒന്ന് പുഴുങ്ങി വെക്കാം. ഇപ്പൊ ഒരു വിറ്റുണ്ടായി. എന്ത് സംഭവം എന്ന് വെച്ചാലേ പെരിഞ്ചീരക ഇട്ട് കൊടുക്കണമായിരുന്നു. അത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ രണ്ടാളും കൂടി ഭയങ്കര വർത്തനായിരുന്നു. അപ്പൊ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ. അല്ല ഒരു സംശയം, ജീരകമാണോ പെരിഞ്ചീരകം? പെരിഞ്ചീരകം അല്ല, ഞാൻ വിചാരിച്ചു പറഞ്ഞ് തെറ്റേനി. അതെ, മസാല അങ്ങനത്തെ കറികൾക്കൊക്കെ നമ്മൾ കൂടുതൽ പെരിഞ്ചീരകം യൂസ് ചെയ്യാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ഞാൻ കുറച്ച് എരിവ് കുറച്ചാ വെക്കണം. ഉണ്ണിക്കും കൂടി കഴിക്കണം കാരണം. മല്ലിപ്പൊടി ഇട്ടു കൊടുക്കും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏതാച്ചു ഭയങ്കര ഹാപ്പി. എന്താന്ന് വെച്ചാല് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പഠിക്കണ്ടല്ലോ. അപ്പോൾ അവള് പറയും അവർ 2 ദിവസം വീട്ടിൽ പോയാലും ഇപ്പൊ അമ്മ ഇനിയിപ്പോ തറവാട്ടിൽ എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടി വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല. ഇനിയിപ്പൊ അമ്മക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടി. അധികം എരിവുണ്ടാവില്ല കേട്ടാ കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പൊ ഒരു ദിവസങ്ങളൊക്കെ വെച്ച് തന്നെയാണ് കുക്കിങ്. അപ്പൊ അവള് പറയും ഇനിയിപ്പോ വീട്ടിൽ ധൈര്യമായിട്ട് പോയി നിൽക്കാലോ. ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ടതില് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പൊ ഇന്നാളിങ്ങനെ പറയായിരുന്നു ഇനിയിപ്പോ 2 ദിവസം എന്തായാലും വീട്ടിൽ പോയി നിൽക്കണം, ഫുഡ് വയ്ക്കണമെങ്കിൽ കണ്ണടം വെച്ചോളൂ എന്നൊക്കെ. ഇനി ഞായറാഴ്ച ദിവസങ്ങള് പരീക്ഷകൾ നടത്തണം. ഗരം മസാല 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാട്ടോ, നല്ലൊരു ടേസ്റ്റ് വരും. പക്ഷെ ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല, ഉണ്ണി കഴിക്കണ കാരണം. എരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അധികം എരിവ് കൂട്ടില്ല. അവനെന്താന്ന് വെച്ചാല് എരിവിനോട് താല്പര്യമില്ല. പുളി കയ്പുള്ള സംഭവങ്ങൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആദ്യം കഴിച്ചിരുന്നേ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തീരെ കൂട്ടണില്ല എരിവ്. അമ്മയുടെ പോലെ തുടങ്ങി. ആദ്യം അച്ഛന്റെ പോലെ ആയിരുന്നു, ഇപ്പൊ അമ്മയുടെ പോലെ. ഇപ്പൊ എരിവ് തീരെ കൂട്ടണില്ല. അപ്പൊ നന്നായി ആ പച്ചമണൊക്കെ ഒന്ന് മാറട്ടെ. ഒന്ന് സിമ്മില് വെക്കുക. അപ്പൊ ഇതൊന്ന് ആവട്ടെ. അപ്പൊ പച്ചമണൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് വേണം നമ്മള് മെയിൻ ആയിട്ടുള്ള സാധനം തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നീളനെ അരിഞ്ഞ് വെച്ചേക്കണത് 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി അത് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. തക്കാളി ഫസ്റ്റ് തന്നെ ഇടുമ്പോഴേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ആകെ ഉടഞ്ഞ് ഒരു പരിവാവും. അതുകൊണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന്റെ വേവ് അതുപോലെ തന്നെ ഈ മസാലയുടെ ഇതൊന്നും ശരിക്കും ഇതാവില്ല. അതുകൊണ്ടാണ് തക്കാളി നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. എന്തായാലും തക്കാളി ഉടയും. അപ്പൊ എന്റെ ചെറിയ അറിവ് കൊണ്ട് ഞാനത് പറഞ്ഞു. സാധാരണ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം. പറഞ്ഞ ഇങ്ങനെ ചെയ്യാം. വല്ലപ്പോഴും അടുക്കള കയറണം എന്ന് പറയണതല്ലേ, സഹായിക്കാൻ കയറണം എന്ന് പറയണേ. ഭക്ഷണം കഴിക്കാനല്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ബിരിയാണി അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പൊ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് ഇതെടുത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് നോർമൽ ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു അരമണിക്കൂറായി കുതിർത്ത് വെച്ചിട്ട്. അരമണിക്കൂറല്ല, ഒരു 15 മിനിറ്റ്. 4 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1 ഗ്ലാസ്സിന് ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പൊ ഞാനിവിടെ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഞാനേ
സബോള വാട്ടുമ്പോൾ മാത്രം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടാമെന്ന് വിചാരിച്ചു. നമുക്ക് ഏകദേശം ഉപ്പിത്തിരി, അതായത് നോർമൽ നമ്മൾ സാധാരണ കറക്റ്റ് ആവണേക്കാളും കുറച്ചും കൂടെ ഒന്ന് ഉപ്പിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നോട്ട് നിൽക്കണം. അങ്ങനെ വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. കാരണം റൈസ് ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ എന്നാലാണ് കറക്റ്റ് ആ റൈസിൽ പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചും കൂടി കൂടുതൽ, മീൻസ് കുറച്ചും കൂടെ വെള്ളം. ഇപ്പം ഈ മസാലയുടെ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പുണ്ടോ? ഉപ്പുണ്ട്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. കുറച്ചുകൂടി എഴുതി കൊടുത്തോ. അധികം ഉപ്പ് വേണ്ട. കാരണം ഈ ചില സമയത്ത് ചില കറികളിൽ ഉപ്പ് കൂടുതൽ ഇടാറുണ്ട്. അതെനിക്ക് പറ്റാറില്ല. ഉപ്പ് വേണം കൂടുതൽ, അതുകൊണ്ടാക്കാം. അപ്പൊ ഇതൊന്ന് വെള്ളം ഒന്ന് ചൂടാവട്ടെ. അപ്പൊ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞല്ലേ നാരങ്ങ ഇട്ട് കൊടുക്കണം, പിഴിഞ്ഞു കൊടുക്കണം ശരിക്കും. പക്ഷെ തൈര് ഒഴിച്ചു കൊടുത്താലും മതി. അതായാലും മതി. നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ചില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 1 സ്പൂൺ തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ചാലും മതി. തൈര് ഒഴിച്ചു വെച്ചിട്ടുണ്ട്, അത് സെറ്റായിട്ടില്ല. അപ്പൊ അല്ലാണ്ട് ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് കാരണം തൈര് ഒഴിച്ചില്ല. തൈര് ഒഴിക്കാൻ ഒന്നുകൂടെ നല്ലത്. തൈര് ഒഴിക്കാം, നാരങ്ങ അല്ലെങ്കിൽ തൈര് ഏതെങ്കിലും വരണം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഒക്കെ ഒന്ന് വെതറി നിൽക്കും. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇട്ടിപ്പിടിക്കില്ല. കണ്ണാട്ടിന് ഇഷ്ടമുള്ള പോലെ. കണ്ണാട്ടിന് എനിക്കെന്ന് പറഞ്ഞാലേ ഈ നമ്മള് ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ റൈസ് ഇങ്ങനെ ഒഴി കിടക്കണം കൈ കൊണ്ട്. ബിരിയാണിന്നല്ല, ഉപ്പുമാവാണെങ്കിലും അങ്ങനെ തന്നെ. എനിക്ക് അങ്ങനെ ഇഷ്ടം. വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് സിമ്മില് വെച്ചിട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്താൽ നീ തെറിക്കരുത്. ഓക്കെ. എന്ത് സംഭവം എന്ന് പറയാം, നമ്മള് ക്യാമറയിലൊന്നല്ല എടുക്കണേ, സാധാരണ മൊബൈലിൽ എടുക്കണേ. മൊബൈലാണ് എടുക്കുക. അപ്പോൾ വല്ലാതെ അടുത്തേക്ക് വയ്ക്കാനും പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് കാരണം ഫോൺ ഓവർ ഹീറ്റിംഗ് കൊണ്ട് കാണിക്കുകയും ചെയ്യണം. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ക്യാമറയിലേക്ക് തെറിച്ചുള്ള അവസ്ഥയിൽ ചെയ്യും. ഇതോടുകൂടി വീഡിയോ എടുക്കൽ കഴിയും. അതാണ് പതുക്കെ ഇടാൻ പറഞ്ഞത്. അപ്പോൾ ഫുള്ള് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഞാൻ കുക്കറിൽ വിസിൽ വെക്കില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അതൊന്ന് നന്നായിട്ട് അടച്ചതിന് ശേഷം മൂടി വെക്കും. അപ്പൊ ആ ചൂട്ടത്തിരുന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ച കാരണം അധികം ടൈമൊന്നും വേണ്ട അതിനിങ്ങനെ വേവാൻ വേണ്ടിയിട്ട്. ബിരിയാണി റൈസും കൂടിയാണല്ലോ. ഇതിപ്പോ നമുക്ക് റേഷൻ അരിയിൽ വേണമെങ്കിൽ റേഷൻ അരിയിലും ഉണ്ടാക്കാട്ടോ, നന്നായിരിക്കും. അപ്പൊ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. മുട്ട 4-5 പുഴുങ്ങിണ്ടായിരുന്നു. പറഞ്ഞ ഞാൻ അവന് കൊടുത്തു. ചെറുതായിട്ടൊന്ന്, നന്നായി ഡീപ്പായിട്ടല്ല, ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇതിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പൊ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. കുക്കറിന്റെ ലിഡനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്നും കൂടെ ഒന്ന് വേവണം. റൈസ് കുറച്ച് വേവ് കുറവുള്ള വേവണം. അങ്ങനെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇനിയിപ്പോ ചൂടാക്കണ്ടല്ലോ, അടച്ചു വെച്ചാൽ മതി. അല്ലല്ല, സിമ്മിൽ വെക്കണം. സിമ്മിൽ വെക്കണം. വെള്ളം വറ്റിയിട്ടില്ല. വെള്ളം ഫുള്ള് വറ്റിയിട്ടില്ല. വെള്ളം സൈഡിൽ പിന്നീട് ഒന്നോടെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ സിമ്മിൽ തന്നെ വെക്കുകയാണ്. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യാണ്. അതായത് 10 മിനിറ്റ് സിമ്മിലും വെച്ചു. അത് കഴിഞ്ഞപ്പോ ഒരു അരമണിക്കൂർ ഞാൻ, അരമണിക്കൂറല്ല, ഒരു 20 മിനിറ്റ് ഞാൻ ജസ്റ്റ് അടച്ചു വെച്ചു. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഒന്നും അടഞ്ഞു പോയിട്ടില്ല കേട്ടോ. വേണ്ട, എന്നിട്ട് ഞാൻ ചെറിയൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കണേ. ഇതുപോലെ കിടക്കണം. അപ്പോഴാണ് ബിരിയാണിയുടെ ഒരു കാണുമ്പോഴാണല്ലോ ഒരു രസമുള്ളൂ. അപ്പൊ അടിയിൽ ചെറുതായിട്ട് കളർ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിൽക്കണ്ട, ഈ ഒരു കളറാണ് ഉണ്ടാവുക. അപ്പൊ അത് കാരണം നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണത്. തുത്തുമണി ഒന്നും മിണ്ടാണ്ടിരിക്കണേ. അവനിപ്പോ ഇത്ര നേരം അവിടെ കളി കഴിഞ്ഞ് എന്റെ
തോളത്തും പിടിച്ചിരിക്കുക. ഞാൻ എടുത്തു നിൽക്കുക. അപ്പം അവന് ചിക്കന് അല്ല നമുക്ക് ചിക്കൻ വെച്ചിട്ടുണ്ട്, ബിരിയാണി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇളക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ വന്നത്. അപ്പോൾ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് ഒരു 2 minutes അടച്ചു വെക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. കണ്ട ബിരിയാണി ഇഷ്ടപ്പെട്ടാ? എന്തിട്ടത് എന്തത്? അപ്പൊ നമുക്ക് 2 minute അടച്ചു വയ്ക്കാം. അപ്പൊ നമ്മുടെ ബിരിയാണി എഗ് ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്.